തലേ ദിവസം വരെ തള്ളിപ്പറഞ്ഞവനെ പിറ്റേ ദിവസം അംഗീകരിക്കുകയും തലേ ദിവസം വരെ ഒരു കപ്പിൽ ചായ കുടിച്ചവനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രതിഭാസമാണ് രാഷ്ട്രീയം. അപ്പോൾ ഒരബദ്ധം നമ്മുടെ സാബു ജേക്കബിനെ പറ്റി അദ്ദേഹം പണ്ട് പറഞ്ഞൊരു ക്ലിപ്പിംഗ് നമുക്ക് കണ്ടിട്ട് ബാക്കി തീരുമാനിക്കാം. BJP ഒരു കാരണവശാലും ഒരു 10% കൂടുതൽ വോട്ട് മേടിക്കില്ല. അതെല്ലാവർക്കും അറിയാം. അവിടെ ജയിക്കില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് 6 പേര് മത്സരിക്കുന്നത്? ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ പിരിവ് നടത്താം, കാശുണ്ടാക്കാം. തോറ്റാലും ജയിച്ചാലും ഒരു 2 കോടി രൂപ മിച്ചം വയ്ക്കാം. അതാണ് രാഷ്ട്രീയം. കണ്ടല്ലോ, കേട്ടല്ലോ, ഇതൊക്കെയാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് പറയുന്നതായിരിക്കും പലപ്പോഴും ബുദ്ധി. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ് നാളെ മാറ്റി പറയണ്ടല്ലോ. അതുകൊണ്ട് കഴിയുന്നതും രാഷ്ട്രീയക്കാരെന്നല്ല, നാം എല്ലാവരും ചിന്തിക്കേണ്ടത് ഒന്ന് ആലോചിച്ചൊക്കെ പറയുന്നതായിരിക്കും ബുദ്ധി. ഇല്ലെങ്കിൽ 8ൻ്റെ പണി വരുന്ന വഴി നമ്മൾ തന്നെ അറിയില്ല.